നമസ്കാരം. ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുന്നംകുളം പുതിയ ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട ബസ് മോഷണം പോയി. വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതുക്കാട് ഒല്ലൂർ മേഖലയിലെ മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ മേഖലാ മാർച്ചും ധർണയും നടത്തി. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പിടികിട്ട പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് സബ്സിഡി ധനസഹായം ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം പുതിയ ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട ബസ് മോഷണം പോയി. മണിക്കൂറുകൾ നീണ്ട പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഗുരുവായൂരിൽ നിന്നും ബസ് കണ്ടെത്തി. മോഷ്ടാവിനെയും കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സാണ് മോഷണം പോയത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെ ജീവനക്കാർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ബസ് കാണാനില്ല. ഉടൻ തന്നെ വിവരം ജീവനക്കാർ ബസ് ഉടമ പറപ്പൂർ സ്വദേശി പുറത്തൂർ വീട്ടിൽ ജോമോനെയും ജോമോൻ വിവരം കുന്നംകുളം പോലീസിനെയും അറിയിച്ചു. തുടർന്ന് പോലീസ് മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. പുലർച്ചെ 4:13 പഴയ ബസ് സ്റ്റാൻഡിലുള്ള ക്യാമറയിലും 4:19 ചാട്ടുകുളത്തെ ക്യാമറയിലും ബസ് കടന്നുപോകുന്ന ദൃശ്യം പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബസ് ഗുരുവായൂർ മേൽപ്പാലത്തിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടത്. ബസ് പിന്നീട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഗുരുവായൂർ താമസിക്കുന്ന ആലപ്പുഴ സ്വദേശി അജിത് എന്ന് വിളിക്കുന്ന ശ്യാംനാഥാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ഓടിച്ചു കൊണ്ടുവന്നത്. 6 മാസം മുൻപ് ഇയാൾ ഇതേ ബസ്സിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. സ്റ്റാൻഡിലെത്തിയ തനിക്ക് വീട്ടിലേക്ക് പോകാൻ വാഹനങ്ങളൊന്നും ലഭിക്കാതായതോടെ ബസ് ഓടിച്ചു പോയതെന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ചൊവ്വാഴ്ച രാവിലെ 11-ന് ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. സെക്കൻഡിൽ 1.15 ഘനമീറ്റർ എന്ന തോതിൽ കുറുമാലി പുഴയിലേക്ക് ജലം ഒഴുക്കിവിടുന്നുണ്ട്. ഇതുമൂലം പുഴയിൽ 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുണ്ട്. കരുവന്നൂർ, കുറുമാലി പുഴകളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതുക്കാട് ഒല്ലൂർ മേഖലയിലെ മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു. ദീപ്തി HSS പ്രിൻസിപ്പാൾ ഫാദർ ജോഷി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് DYSP PV സിന്ധു മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു. പ്രളയസമയത്തും മറ്റു പ്രശ്നങ്ങളിലും ഇടപെട്ട് വാർത്തകൾ സത്യസന്ധമായി സമൂഹത്തിലെത്തിക്കാൻ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കുള്ള പങ്ക് വലുതാണെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഇൻഫോ ന്യൂസ് എഡിറ്റർ ലിജോ വേലുപ്പാടം ഉൾപ്പെടെ 11 പ്രസ് ക്ലബ് അംഗങ്ങളെയാണ് പരിപാടിയിൽ ആദരിച്ചത്. PTA പ്രസിഡന്റ് KB പ്രദീപ് അധ്യക്ഷനായി. മാധ്യമ പ്രവർത്തകരായ CF ജെയിംസ്, സുരേഷ് എടക്കുന്നി, പ്രധാന അധ്യാപിക ലിയ K റാഫേൽ, പബ്ലിക് റിലേഷൻ കമ്മിറ്റി ചെയർമാൻ PA ജോൺസൺ, OSA പ്രസിഡന്റ് TT ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. കൊറോണ കാലമാവട്ടെ, മഴയാവട്ടെ, ഇടിവെട്ടാവട്ടെ, യാത്ര ചെയ്യുമ്പോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ അടുത്തുള്ളവർക്ക് ഒരു ദുർഗന്ധം വരും. മാറ്റിപ്പോയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ മേഖലാ മാർച്ചും ധർണയും നടത്തി.
കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, HBA മെഡിസെപ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക, ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കുവാൻ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ മേഖലാ മാർച്ചും ധർണയും ചാലക്കുടിയിൽ നടത്തി. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ഏരിയയിലെ ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ലക്ഷ്മി ദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. ആനന്ദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് RL സിന്ധു സ്വാഗതവും ഏരിയ സെക്രട്ടറി മഞ്ജേഷ് KM നന്ദിയും പറഞ്ഞു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാള മഠതുമ്പടി സ്വദേശി വാഴക്കൂട്ടത്തിൽ വീട്ടിൽ 45 വയസ്സുള്ള സന്തോഷിനെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷും ആളൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. വീട് കുത്തിത്തുറന്ന മോഷണം, വാഹന മോഷണം, ക്ഷേത്രങ്ങളിലും പള്ളികളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇയാളെ ചോറ്റാനിക്കരയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആളൂർ പുത്തൻവേലിക്കര സ്റ്റേഷനുകളിലെ പിടികിട്ടാപ്പുള്ളിയാണ് ഇയാൾ. മോഷണങ്ങൾ നടത്തിയ ശേഷം പല സ്ഥലങ്ങളിലായി മാറി താമസിക്കുന്ന ഇയാളെ മാസങ്ങളായി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ഇടയ്ക്കിടെ മൊബൈൽ നമ്പറുകൾ മാറ്റിയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പുത്തൻവേലിക്കര, മാള, ആളൂർ, ചാലക്കുടി, വരന്തരപ്പിള്ളി, വെള്ളിക്കുളങ്ങര, പേരാമംഗലം, മതിലകം, ചെങ്ങമനാട്, നോർത്ത് പറവൂർ സ്റ്റേഷനുകളിലടക്കം നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. ആളൂർ SI KS സുബിന്ദ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ SI ജോജി അല്ലേശു, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, AV സവീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് സബ്സിഡി ധനസഹായം ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി. ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ് അധ്യക്ഷയായിരുന്നു. വികസന ചെയർമാൻ PK ജേക്കബ് സ്വാഗതം ആശംസിച്ചു. വ്യവസായ വികസന ഓഫീസർ മിനി E പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ, ആരോഗ്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MC ബാഹുലയൻ, വനജ ദിവാകരൻ, PP പോളി, അഡ്വക്കേറ്റ് ലിജോ ജോൺ, സിന്ധു രവി, ഇന്ദിര പ്രകാശൻ, റീജിയണൽ കോഓപ്പറേറ്റീവ് പ്രസിഡന്റ് M വിജയൻ, മേലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റിൻസി രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പോലീസ് ചമഞ്ഞ് പണം തട്ടുന്ന യുവാവ് കൊടകര പോലീസിന്റെ പിടിയിൽ. ഗുരുവായൂർ കറപ്പം വീട്ടിൽ 38 വയസ്സുള്ള ഫവാദ് എന്നയാളാണ് പിടിയിലായത്. നർക്കോട്ടിക്സ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന മോഷ്ടിച്ച ബൈക്കിൽ മാരകായുധമായി കറങ്ങി നടന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ ആക്രമിച്ച് പണം തട്ടിയ സംഭവത്തിൽ ഫവാദിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂരിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലെത്തി വ്യാജ ഐഡന്റിറ്റി കാർഡ് കാണിച്ച് ലഹരി വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധന നടത്തുന്ന വ്യാജേന തൊഴിലാളികളെ വടി ഉപയോഗിച്ച് മർദ്ദിച്ച് പണവും ഫോണും കൈക്കലാക്കിയതിൽ കൊടകര പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. പ്രതിയെ അന്വേഷിച്ചു വരുന്നതിനിടയിൽ ചാലക്കുടി പനമ്പിള്ളി കോളേജിന് സമീപത്ത് വെച്ച് കൊടകര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത് കണ്ട് തിരിച്ചറിയുകയും നാട്ടുകാരുടെ സഹായത്തോടെ സാഹസികമായി കീഴ്പ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് സ്ഥലത്തെത്തിയ കൊടകര പോലീസ് ടിയാനെ കസ്റ്റഡിയിലെടുത്തു. പ്രതിക്ക് ജില്ലയിലും പുറത്തുമായി നിലവിൽ 40-ൽ പരം കേസുകളുണ്ട്. പോലീസിന്റെ കണ്ണിൽ കുരുമുളക് സ്പ്രേ അടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതും കുത്തി പരിക്കേൽപ്പിച്ചതുമായ കേസുകളും ഉണ്ട്. കിട്ടുന്ന പണം കൊണ്ട് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ന്യൂട്രീഷൻ വീക്കും നേത്രദാന പക്ഷാചാരണവും നടത്തി. പോസ്റ്റർ മേക്കിംഗ്, ഈവനിംഗ് ഹെൽത്തി സ്നാക്സ് എന്നിവയുടെ കോമ്പറ്റീഷൻ, ക്യൂസ് കോമ്പറ്റീഷൻ എന്നിവ മുനിസിപ്പാലിറ്റിയിലെ വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് നടത്തിയത്. സെയിന്റ് ജെയിംസ് നഴ്സിംഗ് കോളേജ് പോസ്റ്റ് BSc സ്റ്റുഡൻസ് ഫ്ലാഷ് മോബ്, സ്കിറ്റ്, അവയർനെസ് ക്ലാസ് എന്നിവ നടത്തി. മത്സരത്തിൽ വിജയിച്ചവർക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ AA ക്യാഷ് അവാർഡ് നൽകി. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പള്ളിക്കുന്ന് പുതുശ്ശേരി തളിയപ്പറമ്പിൽ പരേതനായ ഔസേ ഭാര്യ ഏലിയാമ്മ 90 വയസ്സ് അന്തരിച്ചു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പള്ളിക്കുന്ന് അസംഷൻ ദേവാലയ സെമിത്തേരിയിൽ. മക്കൾ ലിസി, ലില്ലി, ലീല, ടോണി, ലിജി. മരുമക്കൾ ആന്റണി, ആൻഡ്രൂസ്, വർഗീസ്, ഷാനി, ജോസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം പുതിയ ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട ബസ് മോഷണം പോയി. വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതുക്കാട് ഒല്ലൂർ മേഖലയിലെ മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ മേഖലാ മാർച്ചും ധർണയും നടത്തി. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പിടികിട്ട പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് സബ്സിഡി ധനസഹായം ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.